ഗുഡ് മോർണിംഗ്. ഇന്നാണെങ്കിൽ ഞാൻ കുറേ വർഷങ്ങളായിട്ട് കാണാതിരുന്നൊരു കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ അവളാണെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു മാസത്തേന് ഗസ്റ്റ് റൂമിൽ വെക്കേഷൻ ടൈമിൽ വന്നു. അങ്ങനെ ഒരു മാസത്തേന് നമ്മൾ അമ്മയും കുഞ്ഞും അവൾ മാത്രമാണ് വന്നത്. അപ്പോൾ അവർ തിരിച്ചു പോയി. അപ്പോൾ രാവിലെ പോയി അവരെ യാത്രയൊക്കെ അയച്ചു. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. വീട്ടിൽ വന്നപ്പോൾ മക്കളൊക്കെ ഉണർന്ന് റെഡിയായിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ വീട്ടിലിവിടെ ആർക്കും ഗോതമ്പ് ദോശ ഇഷ്ടമേ അല്ല. ആർക്കൊന്നുമില്ല കേട്ടോ, ഹസ്ബൻഡ് കഴിക്കില്ല. ഹസ്ബൻഡ് ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഗോതമ്പ് ദോശ കഴിക്കില്ല. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ദോശ. കുറേ നാളായി ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കി ചമ്മന്തിയൊക്കെ അരച്ച് കുട്ടിയൊക്കെ കൊടുത്ത്, പിന്നെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു, അത് കൂടി ഞാനും കഴിച്ചു. അന്ന് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്ത് പോയപ്പോഴാണെങ്കിൽ എനിക്ക് തലേന്ന് ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ചക്കയ്ക്ക് ഏകദേശം 80 രൂപയാണ് കിലോയ്ക്ക് വില. അപ്പോൾ ഞാൻ 160 രൂപ കൊടുത്തിട്ട് 2 കിലോ ചക്ക മേടിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇച്ചിരി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. ചക്ക ചീനി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഫേവററ്റാണ് കേട്ടോ. അപ്പോൾ അന്ന് ഞാനാണെങ്കിൽ ചക്കയും വേവിച്ചു. അപ്പോൾ ചക്ക ഉണ്ടെങ്കിൽ രസം മസ്റ്റാണല്ലോ. എനിക്ക് ചക്ക ഉണ്ടെങ്കിൽ ഇച്ചിരി രസമൊക്കെ വേണം കേട്ടോ. ചക്കയും വേവിച്ചു. പിന്നെ അപ്പത്തിന് കറണ്ട് പോകുന്നതിന് എല്ലാം അരയ്ക്കണം, അല്ലെങ്കിൽ എപ്പോഴും കറണ്ട് പോകും, കാറ്റായത് കാരണം. അങ്ങനെ പിന്നെ രസത്തിന് എല്ലാം റെഡിയാക്കി എടുത്തു. രസത്തിന് ഞാൻ എൻ്റെ അമ്മ വെക്കുന്നതിന് അന്ന് ഞാൻ രസം എന്ന് വെച്ചാൽ വെറും പിഴിഞ്ഞുള്ളിയാണ് വെച്ചത് കേട്ടോ. എൻ്റെ അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് രസം ഉണ്ടാക്കും. അപ്പം ഞാനാണെങ്കിൽ നേരത്തെയൊക്കെ എത്ര ഉണ്ടാക്കിയത് ശരിയാവത്തില്ല, പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ പഠിച്ചിരുന്നു. ഞാൻ പിഴിഞ്ഞുള്ളി ഉണ്ടാക്കേണ്ടേ, കടുകൊക്കെ അരച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്ക് ചുവന്നുള്ളി ഇല്ല, അതിന് പറഞ്ഞ് ഞാൻ സവാളയാണ് അരയ്ക്കുന്നത് കേട്ടോ. എല്ലാം ചതച്ചൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടി കുരുമുളക് മാത്രമാണ് ഇട്ടത് കേട്ടോ. അല്ലാണ്ട് നമ്മൾ രസത്തിന് മറ്റേ ഒന്നും ഇടുന്നില്ല. മഞ്ഞൾപ്പൊടിയും കുരുമുളകും കായം മാത്രം ഇട്ടിട്ട് ആണ് ഞാൻ പിഴിഞ്ഞുള്ളി വെച്ചത്. ഞങ്ങളുടെ അമ്മ ഇതുപോലെ വെക്കും. അമ്മ വെക്കുന്നതെന്ന് തോന്നുന്നില്ല കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഞങ്ങളുടെ അമ്മ വെക്കുന്നതിൽ ഏറ്റവും ഒഴിച്ചേറിൽ ഇഷ്ടമുള്ള സാധനം ഇതാണ് കേട്ടോ. പ്രത്യേകിച്ച് അമ്മമാർ വെക്കുമ്പോൾ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്നതും കൂടെ ആകുമ്പോൾ ഭയങ്കര പ്രിയമാണ്. എനിക്ക് അത്രയും രസമല്ല. അമ്മ എപ്പോഴും പറയും, എന്താ പറയുക, രസമായാലും പിഴിഞ്ഞുള്ളി ആയാലും ഇങ്ങനെയൊക്കെ പറ്റുമ്പോൾ എല്ലാം നല്ലപോലെ മൂത്തിട്ട് കൈവച്ച് നല്ലപോലെ ഞെക്കിടി എടുക്കണമെന്ന് പറയും. അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയും. അപ്പം ഞാനെല്ലാം ഫ്രൈ ഒക്കെ ചെയ്ത് കൈവച്ച് നല്ലോണം ഒന്ന് ഉടച്ച് നല്ലതാണ് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളാണ്. ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം സാധനങ്ങളൊന്നും വേണ്ട. അപ്പം പിന്നെ ഞാൻ രസവും വെച്ചു. രസം ഒന്ന് റെഡിയായി വന്നപ്പോഴത്തേന് പിന്നെ അടുത്തെങ്കിൽ കുറച്ച് ഇന്നലെ വേവിച്ച് വെച്ച കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. പിന്നെ ആ ചിക്കനും ഒന്ന് റെഡിയാക്കി എടുത്തതെന്ന് വെച്ചാൽ ചോറ് വെക്കുന്നത് കാരണം ചേട്ടനാണെങ്കിൽ മസ്റ്റ് നോൺ വെജ് എന്തെങ്കിലും ഫ്രൈ എന്തെങ്കിലും വേണം. അപ്പം ചക്ക ഉണ്ടായിട്ട് ചോറാണ് ഇവിടെ, അല്ലെങ്കിൽ നമ്മൾ ചോറ് വെക്കില്ല, ചപ്പാത്തി അല്ലേ. അപ്പം ചക്ക ഉണ്ടായിട്ട് ഞാൻ ചോറും രസവും ചിക്കൻ വറുത്തതും എല്ലാം കൂടെ അന്ന് അങ്ങനെ അങ്ങ് സെറ്റാക്കി എടുത്തു. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണെന്ന് വെച്ചാൽ വല്ലപ്പോഴുമാണ് ഞാൻ ചോറ് വെക്കുന്നത് ചുമന്ന അരി ചോറുള്ളായത് കാരണം ചുമന്ന അരിയുടെ ചോറാണ് കൂടുതലും വെക്കുന്നത്. പച്ചരി കുഴപ്പമില്ല, വെക്കുകയൊക്കെ ചെയ്യും. നാട്ടിൽ ഹസ്ബൻഡ് പോയപ്പോൾ കുറേ അരി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അരിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, ചുമന്ന അരി. കുക്കറിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ വേവിച്ചു. ഇന്നത്തെ ഒന്നുമല്ല കേട്ടോ, ഇത് കുറേ ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ എനിക്കത് ഇടാനായിട്ട് പറ്റിയില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ആ വീഡിയോ എടുക്കുന്നത്. അത് കഴിഞ്ഞ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ്. അത് തിങ്കളാഴ്ച ഇടാനൊക്കെ പറഞ്ഞിട്ട് നടന്നില്ല. അപ്പം എല്ലാവരും നാട്ടിലൊക്കെ മഴയൊക്കെ അല്ലേ, എല്ലാവരും സേഫ്റ്റി ആണെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് ഭയങ്കര ചൂടാണ്. നാട്ടിലെല്ലാവരും നല്ല കെയർ ചെയ്തിരിക്കുക. ഓക്കെ, താങ്ക് യു.